തംബ്നെയിലിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്. അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. നമസ്കാരം. ആരാണ് വ്യൂസ് ആഗ്രഹിക്കാത്ത ഒരു ശരാശരി മനുഷ്യൻ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ഇടുന്നത് സ്വന്തമായിട്ടിരുന്ന് കാണാനല്ല. ഉറപ്പായിട്ട് 10 ആൾ കാണണം, 10 വ്യൂസ് കിട്ടണം, അതിൽ നിന്ന് 10 ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരാണ് വ്യൂസ് ആഗ്രഹിക്കാത്ത, ആരാണ് റീച്ച് ആഗ്രഹിക്കാത്ത, ആരാണ് പൈസ ആഗ്രഹിക്കാത്ത? അതുകൊണ്ട് നമ്മൾ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് വീഡിയോ ഇടുന്നത്. പക്ഷെ അതിൽ കുറച്ച് എത്തിക്സ് കാണിക്കണം. എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ലീഡിംഗ് തംബ്നെയിൽ തന്നെയാണ്. മിസ്ലീഡിംഗ് തംബ്നെയിൽ ഇടുന്നത് അങ്ങനെ വലിയ ലോകോത്തര കുറ്റം എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ മിസ്ലീഡിംഗ് തംബ്നെയിൽ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കലും സ്വന്തം കുടുംബത്തിന്റെ അകത്ത് നടക്കുന്ന കാര്യത്തിൽ ഒരു മിസ്ലീഡിങ് അടിക്കത്തില്ലേ. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വെറും നാറിയായി മാറുകയാണ് പിന്നെ ചെയ്യുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിത് ഒരു മിസ്ലീഡിങ് സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത്. അങ്ങനത്തെ ഒരു മോനാണ്. ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യൂടെ? സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് തംബ്നെയിൽ അടിക്കാൻ നിൽക്കും. അതുപോലത്തെ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഗായ്സ്, സ്റ്റാർ മാജിക്കിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നടിയും കൂടിയാണ് നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി. എന്തായാലും നല്ലൊരു നടിയാണ്. പ്രത്യേകിച്ച് സ്റ്റാർ മാജിക്കിൽ ഒരുപാട് ചാട്ടവാറ അടി വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ചാട്ടവാറ അടി വാങ്ങിയതിനല്ല ഈ ഒരു മിസ്ലീഡിങ് സംഭവം ചെയ്തത്. ഇത് മിസ്ലീഡിംഗ് എന്നും പറയാൻ പറ്റത്തില്ലടേ. മിസ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കുറഞ്ഞു. പോട്ടെ, ഇനി അവരെ ഇഷ്ടമല്ലേ, അവരൊരു മിസ്ലീഡിങ് ക്ലിക്ക് ബൈറ്റ് സാധനം വെച്ച് നമുക്കതങ്ങ് ആ രീതിയിൽ എടുക്കാം. എന്നാലും എടുത്താലും ശരിയാവത്തില്ല. നമുക്ക് കാണാറുണ്ട് കുറെ എന്തേ കാണാൻ തന്നെയിലൊന്ന് ഞാൻ വായിക്കാം. ഞാനും നന്ദുവും ഇപ്പോ ഒരുമിച്ചില്ല, കാരണം ഇതാണ്. ഞാനും നന്ദുവും ഇപ്പൊ ഒരുമിച്ചല്ല, കാരണം ഇതാണ് എന്ന് പറഞ്ഞിട്ട് തംബ്നെയിലും ടൈറ്റിലും നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന ഒരു ശരാശരി മലയാളിയായ യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തായിരിക്കും തോന്നുന്നത്? അയ്യോ, ഈ ഇടയ്ക്കല്ലേ കല്യാണം കഴിഞ്ഞവർ രണ്ടുപേരും, അതിനു മുമ്പേ പിരിഞ്ഞ എന്നുള്ളൊരു തോട്ടായിരിക്കും ഒരു ശരാശരി മലയാളിക്ക് തോന്നുന്നത്. എനിക്കും അത് തന്നെയാണ് തോന്നിയത്. സീരിയസിൽ പറയാം, എനിക്കത് തന്നെയാണ് തോന്നിയത്. ഞാൻ വിചാരിച്ചു തീർന്നു. എന്തൊക്കെയായിരുന്നു, രണ്ടുപേരൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷപരമായിട്ട് കല്യാണമൊക്കെ എടുത്ത് അതിനു മുമ്പേ തന്നെ അടിച്ച് പിരിഞ്ഞ് 4 ബാക്കി കൂടി പോയി. ഇനി ഇതൊക്കെ തന്നെയായിരിക്കും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ദിവസം ചർച്ചാ വിഷയം, ഒരു ഡിവോഴ്സ് എത്തി എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ വീഡിയോ കണ്ടു തുടങ്ങിയത്. പക്ഷെ കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഞെട്ടുന്ന കുറെ സംഭവങ്ങൾ അതിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കുറച്ചരുവേന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ കരഞ്ഞുവിടെ. ഇത്രയും ഒരു വേർപിരിയലിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു. ഈ ഒരു നിസ്സാര കാരണത്തിനാണ് നിങ്ങൾ വേർപിരിഞ്ഞെന്ന് വരെ ഞാൻ ആലോചിച്ചു. അമ്മാതിരി സങ്കടമാണ് എനിക്കുണ്ടായത് കണ്ടു തുടങ്ങാൻ. തംബ്നെയിലിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്. അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. കണ്ണാടിയുടെ ഇടയിൽ കൂടി കയറ്റി കണ്ണി പറയാൻ പറ്റില്ല, സോറി. എന്തായാലും ശ്രീവിദ്യ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചല്ല. തംബ്നെയില് നിങ്ങളും നമ്മളും എല്ലാവരും കണ്ടത് ശരിയാണ്. രണ്ടുപേരും വേറെ പിരിഞ്ഞു ഗൈസ്. രണ്ടുപേരും ഒന്നിച്ചല്ല. ഈ ഒന്നിച്ചല്ല എന്നൊക്കെ സാധാരണ പറയുമ്പോൾ വേറെ പിരിഞ്ഞു ഗൈസ്. പിന്നെ ചിലപ്പോൾ രണ്ടുപേരും 2 സ്ഥലത്താണ്, ചിലപ്പോൾ രണ്ടുപേരും 2 വീട്ടിലാണ്, ഇപ്പൊ അല്ലെങ്കിൽ ഒരുമിച്ചില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും സങ്കടമുണ്ട്, സങ്കടം. ഇനി നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോവാം. ഹായ്. ഹായ്. എന്തായാലും വേറെ പിരിയലൊക്കെ ആയാലും ഒരുമിച്ചില്ലെങ്കിലും ഇപ്പോഴും സന്തോഷത്തോടെ ശ്രീവിദ്യക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ബി പോസിറ്റീവ്. നമ്മളെപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിരിക്കണം ശ്രീവിദ്യ. ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്നു വീണ്ടും. എൻ്റെ സൗണ്ട് സ്ഥിരം കേൾക്കുന്നവർക്ക് അറിയാം, എൻ്റെ സൗണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ഇത്രയും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് തിരിച്ചു വന്നത്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തിരിച്ചു വരവിൻ്റെ ഒരു തുടക്കമാണ്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇനിയാണ് ഞാൻ മനസ്സിലാക്കാനിരിക്കുന്നത്. പിന്നെ സൗണ്ടിന്റെ കേസ് ഞാൻ സ്ഥിരം കേൾക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ശ്രീവിദ്യയുടെ സൗണ്ട് അറിയത്തില്ല. ഇങ്ങനെ ആയിരിക്കാം, എങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തായാലും സൗണ്ട് അല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. എന്തായാലും ഇത്രയും വലിയൊരു ദുഃഖം താൻ ചുമന്നുകൊണ്ട് നടക്കുന്ന സമയത്തും ഇങ്ങനെ ലാഘവത്തോടെ സംസാരിക്കാൻ ശ്രീവിദ്യക്ക് കഴിയുന്നുണ്ടെങ്കിൽ ബി പോസിറ്റീവ്. വീണ്ടും ബി പോസിറ്റീവ്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ, സൗണ്ട് അല്ലല്ലേ? സൗണ്ട് പോട്ട് നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്. അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. വീണ്ടും എന്നെ കരയിപ്പിച്ചോളാം. വീണ്ടും കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകുന്നു. എന്തുവാ ശ്രീവിദ്യ ഞാൻ ഈ കേൾക്കുന്നത്? നിങ്ങൾ വേർപിരിഞ്ഞ നിങ്ങൾ എന്താ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ പറ്റിയത്? കേൾക്കാം. ഞാൻ കഥ കേൾക്കും മുമ്പേ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടിക്കണം.
കേട്ടേക്ക്. അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത്, എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വിചാരിച്ചു. 2025 ആദ്യത്തെ വീഡിയോ ഇതാണ്. ബൈ ദ വേ, ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ ഇതാണ് 2025 ആദ്യത്തെ വീഡിയോ. മിക്കവാറും ആദ്യത്തെയും അവസാനത്തെയും വീഡിയോ ഇതാവാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. എന്തായാലും 2025 തുടങ്ങിയ സമയം തന്നെ ഇങ്ങനെ ഒരു വേർപിരിയൽ കണ്ടുകൊണ്ട് സ്മരിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശ്രീവിദ്യ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ കല്യാണമൊക്കെ വന്ന സമയത്ത് സായിയായിട്ടൊരു വിഷയമൊക്കെ ഉണ്ടായി, കോൺട്രവേഴ്സി ഉണ്ടായി, നമ്മുടെ അഭിപ്രായമൊക്കെ പറഞ്ഞു ഇന്നലെ കണ്ടതുപോലെ ഓർമ്മ ഉണ്ടായിരുന്നതാണ്. ഇന്ന് നിങ്ങൾ വേറെ പിരിഞ്ഞു പോയല്ലോ, സങ്കടമായി പോയി. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഒരാവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു 2-3 ദിവസം കണ്ടിട്ടുണ്ടാവും. എൻ്റെ സ്റ്റോറി ഉണ്ടവർക്കറിയാം, ഒരു 2-3 തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു റീൽ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് നാളായി, സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട്. അല്ല, കരിയറിന് വേണ്ടി സെപ്പറേറ്റ് ആയ എൻ്റെ ഇടയ്ക്ക് 2 ദിവസം കണ്ട, അപ്പം ഡിവോഴ്സ് ആയില്ലേ? ആവാൻ പോണ ആയില്ലേ? എന്തിനാണ് സംഭവം? പിടിയിട്ടണില്ല, മനസ്സിലാവണില്ല ചേച്ചി. ഒന്ന് ക്ലിയർ ആക്കി തരുമോ? ഒന്ന് പറ, കറക്റ്റായിട്ട് പറ. എനിക്ക് കത്തല്ല, അതുകൊണ്ടാ. നോക്കട്ടെ. ഇതാണ് സത്യം. ഇതേ വിഷമമാണ് നമുക്ക് ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് തരാം. ചേച്ചി, നമ്മളെ വേർപിരിയൽ അതൊന്നും ഇല്ലേ? എന്തോന്നൊക്കെ പരിചയപ്പെടുത്താൻ പോണെന്ന്, എന്തൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ വേർപിരിയലില്ല? ഞാൻ അത് പ്രതീക്ഷ വന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നെ നിരുത്സാഹപ്പെടുത്തിയല്ലേ? വിഷമമുണ്ട്. ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഇറ്റ്സ് വെരി വെരി ക്രൂവൽ. കാർണിവോറസ് ആയിപ്പോയി, കാർണിവോറസ്. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് ആൻഡ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ? യെസ്. വേണ്ട, പരിചയപ്പെടേണ്ട, എനിക്ക് മതി. ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്ക് തികഞ്ഞു. എന്തായാലും കൊള്ളാം. നല്ല 1ാം തരം തമ്മിൽ കൊടുത്തു, അതും മിസ്ലീഡിങ്. ഓക്കെ, മിസ്ലീഡിങ് കൊടുത്തോ. എന്നാലും ഞാൻ പറയുകയാണ്, സ്വന്തം കുടുംബത്തിൽ കയറിയിട്ട് ആരും മിസ്ലീഡിങ് വെച്ച് ഉണ്ടാക്കാറില്ല. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. എന്നാലും ചേച്ചി മിസ്ലീഡിങ് അടിച്ചു. ഇനി അതിൻ്റെ ഇടയിൽ വല്ലതും കണ്ടന്റിന്റെ അകത്തുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ കൊടുത്തിട്ട് സെഡ് BGM ഒക്കെ കേട്ടിട്ട് പിരിഞ്ഞു എന്നുള്ള സാധനം അടിച്ചു. അത് കാണുമ്പോൾ ആൾക്കാർ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയിരുന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി എന്ത് ചെയ്ത് നേരെ അകത്തോട്ടും കൊണ്ട് ആ സാധനം അടിച്ചിട്ട്, നമ്മൾ രണ്ടുപേരും 2 സ്ഥലത്ത് ജോലി ചെയ്യാണ്, കരിയറാണ് മുഖ്യം, അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് നമ്മൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സാധനം അടിച്ച് ചേച്ചി അങ്ങ് നിർത്തി. ഇപ്പൊ കണ്ടുകൊണ്ടിരുന്ന നമ്മളാരായി? ഊളകളായി അല്ലേ? ഒരു ബന്ധമില്ല. ഇനി ഇതിന്റെ ഇടയിൽ കട്ടയ്ക്ക് നിങ്ങൾ ഇത്രയും വലിയൊരു വിഷയമായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ പിമ്പിൾസ് മാറാനുള്ള സാധനം കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ കാണിച്ച ആ മിട്ടുക്ക് സമ്മതിച്ചിരിക്കുന്നു ശ്രീവിദ്യ മുല്ലശ്ശേരി. നിങ്ങളുടെ ഈ ഒരു മാസീവ് സാധനം അയൺ ലേഡി പവറുണ്ടാ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു രക്ഷയില്ല ശ്രീവിദ്യ. നിങ്ങളാണ് കഥാനായിക. തിരക്കഥ, കഥ, കവിത, യാറാ നമ്മുടെ നന്ദൂട്ട എവിടെ? നന്ദൂട്ടന് ഇതിനെ പറ്റിയൊന്നും പറയാനില്ലേ? നന്ദൂട്ട എന്തെല്ലാം പറ. ശ്രീവിദ്യ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, ഒന്ന് പറഞ്ഞ് നന്നാക്ക് നന്ദൂട്ട. എന്തൊക്കെയാണ് കാണേണ്ടി വരുന്നത്. പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിന്റെ താഴത്തെ 1-2 കമന്റ്സ് നമുക്ക് നോക്കാം കേട്ടാ. എത്രയും വേഗം തംബ്നെയിൽ സത്യമാകട്ടെ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? 2 പേരും വേറെ പിരിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തംബ്നെയിൽ അടിച്ചു വെച്ച് ആൾക്കാരിപ്പോ പ്രാർത്ഥിക്കാണ് എത്രയും വേഗം അത് സത്യമാവട്ടെ. യു വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു ഈവൻ പോസ്റ്റ് യുവർ പ്രൈവറ്റ് വീഡിയോ ഫോർ പ്രൊമോഷൻ. ക്ലിക്ക് ബൈറ്റിന് വേണ്ടി എത്ര ചീപ്പ് വേണമെങ്കിലും ആകാം, കഷ്ടം. പക്ഷെ ഇതിലെല്ലാം ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? ഇതിനെല്ലാം ശ്രീവിദ്യം ലൈക്ക് അടിച്ചിട്ടുണ്ട്. വാ, അമേസിങ്, സൂപ്പർ ഏട്ടാ. Actually, the subscribers should unsubscribe her channel. Her only intention is to get views at any cost. A person putting a misleading thumbnail is for promotion purpose. Wow. പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉടനീളം, പിന്നെ ഹോട്ടലിലെ കേസൊക്കെ പറയുന്നുണ്ട്, ഉടനീളം പ്രൊമോഷന് വേണ്ടിയിട്ട് നല്ല 1ാം തരം സൂപ്പർ കലക്കം വീഡിയോ ആണ് ശ്രീവിദ്യ എടുത്ത് വെച്ചിട്ടുള്ളത്. അതും സ്വന്തം കുടുംബത്തിന്റെ അകത്ത് നല്ല 1ാം തരം കരിവായ്പ് തേയ്പ് പോലത്തെ സാധനം അടിച്ചും കൊണ്ടാണ് ചെയ്തത്. സ്വന്തം ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞു പോയി എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സാധനം എങ്ങനെ അത് ടൈപ്പ് ചെയ്യാനും എങ്ങനെ അത് ടൈറ്റിൽ കയറ്റാനും
സാധിച്ചു. ഞാൻ പറഞ്ഞില്ലേ പണ്ടൊരിക്കൽ മല്ലു ഫാമിലിയിലെ സുജിൻ ഇമാതിരി ഒരു നാറിയ സാധനം ചെയ്തിട്ടുണ്ട്, സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞു. അതുപോലത്തെ മറ്റൊരു സാധനമാണ് ഇത്. അതിന്റെ വേറൊരു വെർഷനായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാലും എങ്ങനെ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് എടുക്കാൻ തോന്നുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചീപ്പാണ് കേട്ടോ തംബ്നെയിൽ. ജീവിതം വിട്ട് വ്യൂസ് കൂട്ടണം, അതാണ്. സ്വന്തം ജീവിതം വച്ചിട്ട് വ്യൂസ് കൂട്ടണോ ശ്രീവിദ്യ മുല്ലശ്ശേരി? അതങ്ങോട്ട് മോശമല്ലേ? ഇനി വേഗം ഡിവോഴ്സ് ആവട്ടെ ഈ എന്നും ആശ്വസിക്കും കൂട്ടത്തിൽ. കോണത്തിലെ തംബ്നെയിൽ വാ സൂപ്പർ. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. ശ്രീവിദ്യൻ ഇതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്, സൂപ്പർ കേട്ടോ. അതിന് കാണിച്ച മനസ്സ് അംഗീകരിച്ചിരിക്കുന്നു. ഇനി അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നവനാണോ ഇതെല്ലാം വായിച്ചിട്ട് അവനെ തന്നെ സ്വയമായി തോന്നിക്കാണും സൂപ്പർ എന്ന്. അത് അങ്ങനെ എങ്ങാണ്ടവൻ ലൈക്ക് അടിക്കാനൊന്നും അറിയില്ല. ഏറി കയറി തുടങ്ങിയപ്പോൾ ശ്രീവിദ്യ ഒരു കമന്റ് 11 മിനിറ്റ് മുമ്പേ കമന്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹേ എവരിവൺ, I have seen all the reaction video and discussion about my last contact. I truly appreciate the interest and support. I will be sharing my explanation video soon to clear things up. Stay tuned. ഇനി എന്താണ് ടൂണ്ട്? ഒന്നുമില്ല, ഇനി ടൂണ്ട് ഒരു സ്ലൂണും ഇല്ല. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി പുതിയൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമെന്നാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി പറയുന്നത്. വെയിറ്റിംഗ് ഫോർ ദാറ്റ് എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയില്ല. ഇതിന് ഇനി ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുമില്ല. ഇനി ഇമാതിരി നാറിയ പരിപാടി കാണിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഒട്ടും അംഗീകരിക്കുന്നില്ല. പൊക്കോ. എന്തായാലും ഇനിയെങ്കിലും ഇതുപോലത്തെ പരിപാടിയൊന്നും കാണിക്കാതിരിക്കും. ആരും സ്വന്തം കുടുംബം വെച്ചും കൊണ്ട് നാറിയ വ്യൂസ് ഉണ്ടാക്കാനുള്ള നാറിയ പരിപാടി കാണിക്കാതിരിക്കുക സുഹൃത്തുക്കളെ. നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ബൈ.